രഥോത്സവം നടക്കുന്ന കൽപ്പാത്തിയിലാണ് ഡോക്ടർ പി സരിൻ ഇപ്പോൾ വോട്ടഭ്യർത്ഥിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കേരളത്തിൽ വലിയൊരു വിവാദം ഇപ്പോൾ ഇ പി ജയരാജൻ എഴുതി എന്ന് പറയപ്പെടുന്ന ഒരു ആത്മകഥയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി അതിൽ കൂടുതൽ ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് സരിന്റെ സ്ഥാനാർത്ഥിത്വം അടക്കം പറയുകയാണ്. അപ്പോൾ എന്താണ് അതിലൊരു പ്രതികരണം? അദ്ദേഹം ഇന്നിപ്പോൾ പാലക്കാട് വരികയും ചെയ്യുകയാണ്. അദ്ദേഹം എഴുതാത്ത പുസ്തകത്തിലെ എഴുതാത്ത വരികളും എഴുതാത്ത കാര്യങ്ങളും ഒക്കെ ചർച്ചയാക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം എന്നുള്ളത് സാമാന്യ ജനത്തിന് മനസ്സിലാവും. അത് ചേലക്കരയിലും വയനാടിലും പോളിങ്ങിനെ ബാധിക്കുക പോലുമില്ല എന്നുള്ളതും കോൺഗ്രസിന് 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം പോളിംഗ് അവസാനിക്കുമ്പോൾ തന്നെ കുറഞ്ഞു എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാനും ജനാധിപത്യത്തിന് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ശക്തി ഒന്ന് നോക്കി നോക്കണം. 10% പോളിംഗ് കുറയുകയാണ്. എന്തിൻ്റെ പേരിലാണ് കുറഞ്ഞ്? 5.5 മാസം മുന്നേ നടന്നൊരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് പോയവരല്ലേ ഞങ്ങൾ. ഇനിയും ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് കോൺഗ്രസിന് വീണ വോട്ടുകളല്ലേ. സ്വന്തം വോട്ടുകളെ പോലും കൃത്യമായി മനസ്സിലാക്കി ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഒരു പ്രചരണത്തിലൂടെ ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു മുന്നണി, ജനങ്ങളുമായി ഇത്രയധികം വിട്ടുനിൽക്കുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം അവതരിപ്പിക്കുന്ന രാഷ്ട്രീയം തന്നെ കേരളം പഴകിയതാണ്, പഴഞ്ചനാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്നലത്തെ വയനാട് പോളിംഗിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. അവർ ആ പോളിംഗിനെ സ്വാധീനിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മറ്റൊരു ടൂളായിട്ടാണ് എഴുതാത്ത വാക്കുകളെ, എഴുതാത്ത വരികളെ, എഴുതാത്ത പേജുകളെ അതിലേക്ക് തിരികെ കയറ്റിയത്. കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാനത് വീണ്ടും പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയ ഇ പി ജയരാജന്റെ ആത്മകഥയാണിത്. അത് അതിന് തിരക്കഥ കൊടുത്തത് ഷാഫി പറമ്പിലാണ്. അത് നടപ്പിലാക്കി കൊടുത്തത് എന്നിട്ട് വി ഡി സതീശന്റെ ഉന്നതമായ ഓഫീസ്, ആ ഓഫീസ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസാണ്. അവിടെ എഴുത്തും വായനയും അറിയുന്നവരെന്ന് പറഞ്ഞ് കുറച്ച് പേരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവരുടെ ഇടപെടലിൻ്റെയും കൂടി ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പുറം ലോകത്തേക്ക് ബോധപൂർവം ഗൂഢാലോചനയായി ഉപജാപത്തിലൂടെ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ DC ബുക്സിനെ പോലെ അങ്ങനെ ഒരു പേജ് ആയിട്ട് അങ്ങനെ ഇറക്കും ഒരു ഫൈനൽ ഫൈനൽ എഡിറ്റ് എവിടെ കഴിഞ്ഞു? ഒരു പുസ്തകം എഴുതാൻ മിനിമം എത്ര സമയമെടുക്കും? അതിൻ്റെ റഫ് ഡ്രാഫ്റ്റ് പരിശോധിച്ച് അതിൻ്റെ ഫൈനൽ പ്രിന്റിലേക്ക് പോകാൻ എത്രമാത്രം ഡ്രാഫ്റ്റുകളിൽ തന്നെ മാറ്റങ്ങൾ വരും. എൻ്റെ വൈഫ് 2 മാസം മുമ്പ് ഒരു പുസ്തകം എഴുതിയിരുന്നു. ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ? ആ പുസ്തകം സൗമ്യ എഴുതി കൊടുത്ത് ഡ്രാഫ്റ്റ് കൊടുത്ത് പുസ്തകമാവാൻ 3 മാസം എടുത്തു. അതിൻ്റെ ഇടയിൽ 3 ആഴ്ചയിൽ കൊണ്ടുണ്ടായ സംഭവവികാസങ്ങൾ ഇതിലേക്ക് തിരികെ കയറ്റി എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയ കേരളത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത ഈ കഥകൾ പറഞ്ഞാൽ ആ കഥ പൊളിക്കാൻ തന്നെയല്ലേ ഇ പി സഖാവ് ഇന്ന് വരുന്നത്. നേരിട്ട് ഇവിടെ വരുന്നുണ്ടല്ലോ അദ്ദേഹം, പാലക്കാട് വരുന്നുണ്ടല്ലോ, അദ്ദേഹം പറയുമല്ലോ കൂടുതൽ. ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ പഴയ കാര്യങ്ങളാണെങ്കിൽ പോലും ആ പറഞ്ഞതൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് എന്നൊരു പ്രശ്നം കൂടിയില്ലേ? കാരണം ഓരോരോ വിഷയങ്ങൾ ഇപ്പോൾ സരിൻ്റെത് മാത്രമാണല്ലോ ഒരു 3 ആഴ്ച മുന്നേ ഉള്ളത്. അപ്പോൾ മറ്റു വിഷയങ്ങൾ അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതായാലും അപ്പോൾ ഇത് പാലക്കാട് ഒരു ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുമോ? പാലക്കാടിൻ്റെ വോട്ടർമാരെ ബാധിക്കുന്ന ഒരേ ഒരു വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 5.5 മാസം മുന്നെയാണ് വയനാട് ഒരു തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തത് എങ്കിൽ ഇപ്പോൾ എന്തിനുണ്ടായി എന്നുള്ള ചോദ്യം പോലെ 3 കൊല്ലം മുമ്പ് ഞങ്ങൾ ചെയ്ത വോട്ടിൻ്റെ വില എന്താണ് എന്ന് പാലക്കാടിന്റെ ജനം ചോദിക്കുന്നുണ്ട്. ആ വോട്ടിന്റെ വില അറിയണ്ടേ? ആ വില റിയലൈസ് ചെയ്യാൻ പാലക്കാടുകാർ കാത്തിരിക്കുകയാണ്. ആ വില പാലക്കാടുകാർ റിയലൈസ് ചെയ്യും. അത് എങ്ങനെ റിയലൈസ് ചെയ്യണമെന്ന് പാലക്കാട്ടുകാർക്ക് അറിയാം. അതിനുവേണ്ടി ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങളെ ജനം പൊതുവിൽ അഡ്രസ്സ് ചെയ്ത് വോട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനും അപ്പുറമുള്ള വിഷയങ്ങൾ പാലക്കാടിന്റെ പൊളിറ്റിക്സ് അറിയാത്ത, പറവൂരിനപ്പുറം പൊളിറ്റിക്സ് അറിയാത്ത, ഇലക്ഷൻ മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്ന് പറഞ്ഞു കൊണ്ടുനടക്കുന്ന ആള് കുത്തിക്കയറ്റാൻ, തിരികെ കയറ്റാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജനങ്ങളടുത്ത് മൈക്കില്ലാതെ ചോദിക്കാം, ജനങ്ങളടുത്ത് മൈക്കില്ലാതെ ചോദിക്കാം എന്തൊക്കെ വിഷയങ്ങളിൽ ഇവിടെ എങ്ങനെയൊക്കെയാണ് വോട്ട് ചെയ്യാൻ പോണത് എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എങ്ങനെയാണ് ഒരു തീരുമാനം അവരുടെ മനസ്സിൽ വന്നിരിക്കുന്നത് എന്ന്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇവിടെ നല്ലൊരു ഭൂരിപക്ഷം ഉണ്ടാവുന്നൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആദ്യം ആത്മവിശ്വാസം ഉണ്ടാവുന്നത്? അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തുടരുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിലാണ്. ദയവ് ചെയ്ത് സ്വന്തം കാര്യത്തിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്നത് നല്ലതാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ അവകാശമുണ്ട്. പക്ഷേ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. ഇതിപ്പോൾ ആരെ ജയിപ്പിക്കണ്ടേ, എന്തിനാ ജയിപ്പിക്കണ്ടേ? വി ഡി സതീശൻ പറഞ്ഞതുകൊണ്ട് ഒരാളെ ജയിപ്പിക്കണോ പാലക്കാട് എന്നുള്ളതിനൊക്കെ 10,000 എന്നുള്ള ഭൂരിപക്ഷം വായുവിൽ ഊഹക്കണക്കിൽ കൂട്ടുന്ന കഴിവുള്ള ഒരു വ്യക്തി ഒന്ന് ആലോചിച്ച് നോക്കണം. തൃക്കാക്കരയിൽ 25,000 മുകളിൽ ജയിച്ച, പുതുപ്പള്ളിയിൽ 37,000 മുകളിൽ ജയിച്ച ഒരു മുന്നണി പാലക്കാട് എന്ന് പറയാം ഞങ്ങൾ 10,000 ജയിക്കും. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു അസസ്മെന്റിന്റെ ലെവൽ എവിടെ എത്തി? പ്രതിപക്ഷ നേതാവിനൊപ്പം പാലക്കാട് ഒരു പൾസ് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 23-ാം തീയതി മനസ്സിലാവും. ഇനി അധികം ദിവസങ്ങളില്ലല്ലോ. ഒരുപക്ഷെ പോളിംഗ് കഴിയുമ്പോൾ, പോളിംഗ് ശതമാനം ഗണ്യമായി കൂടുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആദ്യത്തെ സൂചന കിട്ടും. പിന്നെ 23-ാം തീയതി കൃത്യമായി മനസ്സിലാവും. 24-ാം തീയതി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒരു വലിയ വിടവാങ്ങൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പറഞ്ഞു കൂട്ടിയത് മുഴുവൻ സ്വന്തം മേനി നടിക്കുന്നതിന് വേണ്ടി
അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുന്നതിൻ്റെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ നിലവാരം അറിയണമെങ്കിൽ വി.ഡി. സതീശൻ്റെ വാക്പ്രയോഗങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒരു പൊളിറ്റീഷ്യൻ കേരളത്തിൽ എങ്ങനെ ആകരുത് എന്നുള്ളതിൻ്റെ വലിയ പാഠപുസ്തകം മലയാളിക്ക് സമ്മാനിച്ച് അതിൽ അവസാന അധ്യായം എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ദി എൻഡ് 23-ാം തീയതി സംഭവിക്കും. 15,000-ന് മുകളിൽ വോട്ടിന് LDF ഈ മണ്ഡലത്തിൽ വിജയിക്കും. 3-ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോകും. കൃത്യമായി ഇപ്പോഴുള്ള വിഷയങ്ങളിലെല്ലാം അദ്ദേഹം നിലപാട് പറയുകയായിരുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിനെതിരെ അതിരൂക്ഷ വിമർശനം കൂടിയാണ് ഡോക്ടർ പി. സരിൻ ഉന്നയിക്കുന്നത്. അർഷാക്കിനൊപ്പം വിപിൻ സി. വിജയൻ, 24 പാലക്കാട്.